Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റി. രണ്ടാമത്തെ ഒരെണ്ണം നമ്മൾ പഠിച്ചു PGP. നെക്സ്റ്റ് ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റി ആണ് എസ്മൈം. എസ്മൈം എന്ന് പറയുന്നത് സെക്യൂർ മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ്. സെക്യൂർ മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ. എസ്ബാർമൈം എന്ന് പറയുന്നത് സെക്യൂർ മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അപ്പം ഈ എസ്ബാർമൈം എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് നമുക്ക് സെക്യൂർ ആയിട്ട് മെയിലിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയാണ്? എൻക്രിപ്റ്റ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എസ്ബാർമൈമിൻ്റെ അകത്ത് നമ്മൾ മെയിലിനെ സെക്യൂറായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിലിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ അകത്ത് ഉള്ളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ടെക്സ്റ്റ് മാത്രമായിരുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ഇമേജോ വീഡിയോയോ ഒന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, പക്ഷേ എസ്ബാർമൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെറൈറ്റി ഓഫ് കണ്ടന്റ്. അതായത് അത് ടെക്സ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യും, വീഡിയോ, ഓഡിയോ, ഓക്കെ, ഇമേജസ്, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടാതെ സപ്പോർട്ടഡ് ബൈ മേജർ ഇമെയിൽ പ്രോഗ്രാംസ് ലൈക്ക് ഔട്ട്ലുക്ക്, നെറ്റ്സ്കേപ്പ്, ഔട്ട്ലുക്ക്. ഓക്കെ, ഇതിനൊക്കെ എസ്ബാർമൈം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് നേരത്തെ മെയിലിനെ സെക്യൂറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക വിത്ത് ഹെൽപ്പ് ഓഫ് എൻക്രിപ്ഷൻ. അതിനുവേണ്ടിയാണ് എസ്ബാർമൈം യൂസ് ചെയ്യുന്നത്. നേരത്തെ പ്രീവിയസ്ലി നമുക്ക് വി ക്യാൻ ഓൺലി സെൻഡ് ദ മെസ്സേജ് ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് ഫോമാറ്റിൽ മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഇമേജ്, വീഡിയോ, ഓഡിയോ ഫയൽസ് എല്ലാം സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എസ്ബാർമൈം. ഓക്കെ, കൂടാതെ ഇമെയിൽ പ്രോഗ്രാംസ് ആയിട്ടുള്ള ഔട്ട്ലുക്ക്, പിന്നെ PGP എന്ന് പറയുന്നത് പേഴ്സണൽ ഇമെയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ PGP യൂസ് ചെയ്യുന്നത്. എസ്ബാർമൈം നമുക്ക് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടാണ് എസ്ബാർമൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് SMTP ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. RF82 ആണ് ഇമെയിലിനകത്ത് നമ്മൾ 822 ആണ് ഇമെയിലിനകത്ത് യൂസ് ചെയ്തിരുന്നത്. അതായത് SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ഇമെയിലിനകത്ത് യൂസ് ചെയ്യുന്നത് RFC 822 ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ, സെറ്റ് ഓഫ് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താണ് ഈ SMTP യൂസ് ചെയ്യാതെ മൈമിലോട്ട് നമ്മൾ മാറിയത്. അപ്പം മൈമാണ് ആദ്യം ഉണ്ടായത്, അതിനുശേഷമാണ് എസ്മൈം ഉണ്ടായത്. അപ്പം എസ്മൈം യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയാണ് എസ്മൈം യൂസ് ചെയ്യുന്നത്. പേഴ്സണൽ ഡേറ്റയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ PGP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം SMTPയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം ഇത് എക്സിക്യൂട്ടബിൾ ഫയല്, ഓക്കെ, അതർ കുറച്ച് ബൈനറി ഫയൽസ് ഇതൊന്നും ട്രാൻസ്ഫർ ചെയ്തില്ല. അതായത് JPEG ഇമേജ് ഫയലില്ലേ, അതൊന്നും ഫയൽ ചെയ്യത്തില്ല. അതായത് എക്സിക്യൂട്ടബിൾ ഫയല് അല്ല, ചില ബൈനറി ഫയൽസ് ഒന്നും ഇത് ട്രാൻസ്ഫർ ചെയ്യില്ല. JPEG, MPEG ഫോമാറ്റ് ഉള്ളതിനൊന്നും സെൻഡ് ചെയ്തില്ല. അപ്പം ഇത് സെൻഡ് ചെയ്തെങ്കിൽ പ്രോബ്ലമാണ്. ഇത് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല SMTPയിൽ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ലാംഗ്വേജ് ക്യാരക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് നമുക്കിവിടെ നമ്മൾ ടെക്സ്റ്റ്, അതായത് നോൺ ആസ്കി ആയിട്ടുള്ള ആസ്കി ക്യാരക്ടേഴ്സിനെ മാത്രമേ സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നോൺ ആസ്കിയെ ഇവിടെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആസ്കി ക്യാരക്ടേഴ്സിനെ മാത്രമേ സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സർട്ടൺ സൈസ് കൂടുതലുള്ള മെസ്സേജ് ആണെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു സർട്ടൺ സൈസ് കൂടുതലുള്ള മെസ്സേജ് ആണെങ്കിൽ സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കൂടാതെ ആസ്കി ടു EBCIC ട്രാൻസ്ലേഷൻ പ്രോബ്ലം വരും. ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേന് പ്രോബ്ലം വരും. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ അകത്ത് ആസ്കിയിൽ നിന്ന് EBCDIC ട്രാൻസ്ലേഷൻ നടത്തി കഴിയുമ്പം അവിടെ പ്രോബ്ലം വരും. പിന്നെ ലൈനിൻ്റെ ലെങ്ത് ഒരു സർട്ടൺ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലായിരിക്കും. ലൈൻ ലെങ്ത് എന്ന് പറയുന്നത് 72 to 254 ക്യാരക്ടേഴ്സേ വരാൻ പാടുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ ഫയൽ സൈസ് എന്ന് പറയുന്നത് 72 to 254 ഉള്ളിലുള്ളതായിരിക്കണം. അതായത് പർട്ടിക്കുലർ ലെങ്ത് കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. 254 ക്യാരക്ടേഴ്സ് കൂടുതൽ ഇതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെയാണ് SMTPയുടെ ഡിസഡ്വാൻറ്റേജ്. ഈ ഡിസഡ്വാൻറ്റേജ് മാറ്റാനാണ് നമ്മൾ ആദ്യം മൈമിനെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയലോ അല്ലെ ബൈനറി ഫയലോ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ നാഷണൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നോൺ ആസ്കി ആയിട്ടുള്ള ഇപ്പം നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്തില്ലേ, അതൊന്നും പറ്റത്തില്ല. പിന്നെ സർട്ടൺ ലെങ്ത് കൂടുതലുള്ള മെസ്സേജിനെ ഓക്കെ, SMTPക്കകത്ത് ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. ഇനി മൈമിൻ്റെ അകത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, നോൺ ആസ്കി കോഡ് മറ്റേതിൻ്റെ അകത്ത് ആസ്കി കോഡുകൾ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. SMTPക്കകത്ത് മൈമിൻ്റെ അകത്ത് നമുക്ക് യൂസർ ടു ഒരു യൂസറിൽ നിന്ന് വേറൊരു യൂസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നോൺ ആസ്കി കോഡ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യുന്നത്? ആദ്യം മൈമിനാണ് കൊടുക്കുന്നത്. നോൺ ആസ്കി കോഡ് മൈമിന് കൊടുക്കും. മൈം എന്ത് ചെയ്യും? 7 ബിറ്റ് ആസ്കി ആക്കി കൺവേർട്ട് ചെയ്യും. ആ 7 ബിറ്റ് ആസ്കി ആക്കി കൺവേർട്ട് ചെയ്തതിനെ ഇമെയിൽ സിസ്റ്റത്തിനകത്തോടെ പാസ് ചെയ്യും. റിസീവർ സൈഡിൽ എത്തുമ്പം നമുക്ക് കിട്ടുന്നത് 7 ബിറ്റ് ആസ്കിയാണ് കിട്ടുന്നത്. അതിനെ എന്താക്കി മാറ്റും? നോൺ ആസ്കി കോഡാക്കി മൈമ് മാറ്റും. എന്നിട്ടാണ് അത് റിസീവർക്ക് കൊടുക്കുന്നത്. ഇതാണ് ഒരു സിമ്പിളായിട്ട് ഒരു മൈം എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് UA എന്ന് പറയുന്നത് ഒരു യൂസർ ഏജന്റ് എന്നാണ് ഈ UA എന്ന് പറയുന്നത്. ഒരു യൂസറിനെ ഉള്ളൂ. അപ്പം യൂസറിന് കൊടുക്കുന്നതിന് എന്ത് ചെയ്യും? മൈമിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം മൈം എന്താ ചെയ്യുന്നത്? നോൺ ആസ്കി ക്യാരക്ടറാണ് യൂസർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 7 ബിറ്റ് NVT ആസ്കി ആക്കി മാറ്റും. എന്നിട്ട് ആർക്ക് കൊടുക്കും? MTAക്ക് കൊടുക്കും. MTA എന്ന് പറയുന്നത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ആണ്. ഓക്കെ, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ആണ് MTA എന്ന് പറയുന്നത്. ആ MTA എന്ത് ചെയ്യും? ഈ 7 ബിറ്റ് NVT ആസ്കി തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ഇമെയിൽ സിസ്റ്റത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് MVT യൂസ് ചെയ്യുന്നത്. റിസീവർ സൈഡിൽ എന്താണ്? MVT ആണുള്ളത്. ഓക്കെ, MVT മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ആണ്. അതെന്ത് ചെയ്യും? 7 ബിറ്റ് ആസ്കിയെ മൈമിന് കൊടുക്കും. മൈം എന്ത് ചെയ്യും? ഈ 7 ബിറ്റ് NVT ആസ്കി എന്ത് ചെയ്യും? നോൺ ആസ്കി ഡേറ്റ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് യൂസർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് മൈം ചെയ്യുന്നത്. അപ്പം നേരത്തെ SMTPക്കകത്ത് പറഞ്ഞത് നമുക്ക് ടെസ്റ്റഡ് ഡേറ്റ ആയി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സിക്യൂട്ടബിളോ അല്ലെ വേറെ ഫോർമാറ്റിലുള്ള ഒബ്ജക്റ്റ് കോഡിലോ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ബൈനറി ഡേറ്റ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ മൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോൺ ആസ്കി ഓക്കെ. മൈമിൻ്റെ ഹെഡർ ഫീൽഡ് അങ്ങനെയാണ്. മൈമിന് 5 ഹെഡർ ഫീൽഡാണ് ഉള്ളത്. ഓക്കെ, ഹെഡർ ഫീൽഡിന് 5 കണ്ടന്റാണ് ഹെഡർ ഫീൽഡിലുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മൈമിൻ്റെ മൈം വേർഷനാണ്. മൈം വേർഷൻ സാധാരണ നമ്മൾ ഹെഡർ ഫീൽഡിനകത്ത് 1 എന്നായിരിക്കും, 1.0 എന്നായിരിക്കും കാണുക. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് RFC 2045 അല്ലെ 2046 എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ടൈപ്പ്. ഈ ടൈപ്പ് എന്ന് പറയുന്ന കണ്ടന്റ് ടൈപ്പിൻ്റെ നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ആണോ, അതോ ഇമേജ് ആണോ, വീഡിയോ ആണോ, ഓഡിയോ ആണോ. ഓക്കെ,
ഏതാണ് നമ്മൾ അയക്കുന്ന ടൈപ്പ്, അതാണ് ടെക്സ്റ്റ് ടൈപ്പിനകത്ത് പറയുന്നത്. അത് ആഡ് ചെയ്യുന്നത് ഡെവലപ്പർ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എക്സിക്യൂട്ടബിൾ ഫയലാണോ, ഓക്കെ, അതായത് ടെക്സ്റ്റ് ഫയലാണോ, ഓഡിയോ ആണോ, വീഡിയോ ആണോ, ഏത് ടൈപ്പ് ആണെന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിങ്. നമ്മൾ ഈ അയക്കുന്ന കണ്ടന്റ് ടൈപ്പിനെ എന്ത് ചെയ്യണം? എൻകോഡ് ചെയ്യണം. ആ എൻകോഡ് ചെയ്യാനായിട്ട് റാഡിക്സ് 64 എൻക്രിപ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടന്റ് ടൈപ്പ് അറിഞ്ഞു, ആ കണ്ടന്റിനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എൻകോഡ് ചെയ്യണം. അതിന് RX64 ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് തേർഡ് ഫീൽഡിൽ വരുന്നത്, കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിങ്. ഏത് എൻകോഡിങ് ആണ് അത് പെർഫോം ചെയ്യുന്നത്, അതിനെ എൻകോഡ് ചെയ്യിക്കണം. ആ കണ്ടന്റ് ടൈപ്പിനെ എൻകോഡ് ചെയ്യാം. ഇനിയും കണ്ടന്റ് ഐ ഡി. കണ്ടന്റ് ഐ ഡി എന്ന് പറഞ്ഞെങ്കിൽ ഓരോ സ്ട്രിങ്ങിനും ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ വേണം. ഓക്കെ, നമ്മൾ അയക്കുന്ന ഓരോ സ്ട്രിങ്ങിനും ഒരു യുണീക്ക് ഐ ഡി കാണും. ആ യുണീക്ക് ഐ ഡി ആണ് കണ്ടന്റ് ഐ ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ അയക്കുന്ന ടെക്സ്റ്റ്, നമ്മൾ അയക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് റീഡബിൾ അല്ലെങ്കിൽ, ഓക്കെ, റീഡബിൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കണ്ടന്റ് എന്താണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളത് കൊടുക്കണം. അതാണ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, റീഡബിൾ ഫോർമാറ്റിലല്ല ടെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത്, ആ കണ്ടന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ഇപ്പം .mpeg ആണെങ്കിൽ നമുക്കത് റീഡബിൾ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും റീഡ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി. എസ്ബാർ മൈമിൻ്റെ ഫങ്ഷൻസ്. അത് എന്താണ് ഈ എസ്ബാർ മൈമിൻ്റെ അത് ചെയ്യുന്നത്? ഫങ്ഷൻസ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് എൻവലപ്പ് ഡേറ്റ. എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണം. കണ്ടന്റ് നമ്മൾ പാസ് ചെയ്യുന്ന കണ്ടന്റിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുവാണ്. എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? റെസിപ്പിയൻ്റെ സെക്ഷൻ കീ ആണ്. സെഷൻ കീ 2 പേർക്കും സെയിം ആണ് അല്ലേ? ഓക്കെ, സെഷൻ കീ 2 പേർക്കും സെയിം ആണ്. അപ്പം സെഷൻ കീ വെച്ചിട്ട് എന്ത് ചെയ്യാം? അതിനെ എൻവലപ്പിനെ, ആ കണ്ടന്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക. അതാണ് എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് ചെയ്യുന്നത്. മനസ്സിലായി? എൻവലപ്പ് ഡേറ്റ ആണ് ഫസ്റ്റ്. ആ എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് ചെയ്യുന്നത് നമ്മുടെ കണ്ടന്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക യൂസിങ് സെക്ഷൻ കീ. ഓക്കെ, സെഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സെഷൻ കീ എന്ന് പറയുന്നത് 2 പേർക്കും സെയിം ആണ്. ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുമെങ്കിൽ നമുക്കിവിടെ പ്രൈവേസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈവേസി എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് പ്രൈവേസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി സൈൻഡ് ഡേറ്റ. സൈൻഡ് ഡേറ്റയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്നത് എൻകോഡഡ് മെസ്സേജും അതിൻ്റെ മെസ്സേജിൻ്റെ സൈൻഡ് ഡൈജസ്റ്റുമാണ്. ഓക്കെ, അതാ പറയുന്നത് മെസ്സേജ് ഡൈജസ്റ്റ്. മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക വിത്ത് പ്രൈവറ്റ് കീ ഓഫ് സൈനർ. സൈനർ എന്ന് പറയുന്നത് സെൻഡർ ആണ്. സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യാം? മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? മെസ്സേജ് ഡൈജസ്റ്റ് ഉണ്ടാക്കി. മെസ്സേജ് ഡൈജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ മെസ്സേജിനെ ഹാഷ് ഫങ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടും. ആ കിട്ടുന്ന മെസ്സേജ് ഡൈജസ്റ്റിനെ സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലിയർ സൈൻഡ് ഡേറ്റയാണ് മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ സൈൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ സൈൻ ഡേറ്റയ്ക്കകത്ത് സൈൻ ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് എൻക്രിപ്റ്റഡ്. എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ടെക്സ്റ്റ് മെസ്സേജിനെയും ക്ലിയർ ടെക്സ്റ്റ് മെസ്സേജും എൻകോഡഡ് സൈൻ ഡൈജസ്റ്റും കൂടാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റും എൻകോഡഡ് സൈൻ ഡൈജസ്റ്റുമാണ് കൊടുക്കുന്നത്.
അപ്പം ഇവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്, അതായത് ഒത്തൻറ്റിക്കേഷൻ അല്ലേ? ഡിജിറ്റൽ സിഗ്നേച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒത്തൻറ്റിക്കേഷൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒത്തൻറ്റിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എസ് ബാർ മൈമിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈൻഡ് ആൻഡ് എൻവലപ്പ് ഡേറ്റ. ഓക്കെ, സൈൻഡ് ആൻഡ് എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് വേരിയസ് ഓർഡറിങ് ഓഫ് എൻക്രിപ്ഷൻ ആൻഡ് സൈനിങ്, പലതരത്തിലുള്ള പല ഓർഡറിലുള്ള എൻക്രിപ്ഷൻ നടക്കുന്നുണ്ട്, കൂടാതെ സൈനിങ്ങും ഉണ്ട്. സൈനിങ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. അപ്പം ഇവിടെ രണ്ടും ഓക്കെ, എൻവലപ്പിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ഇൻറ്റഗ്രിറ്റി പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടും എന്തിനകത്ത് നടക്കുന്നുണ്ട്? സൈൻഡ് ആൻഡ് എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് 4 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എസ് ബാർ മൈൻ്റെ 4 ഫംഗ്ഷൻ: എൻവലപ്പ് ഡേറ്റ, സൈൻ ഡേറ്റ, ക്ലിയർ സൈൻ ഡേറ്റ. എസ് ബാർ മൈമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഏതൊക്കെയാണ്? ഇപ്പം ഹാഷിങ് ഏകദേശം നമ്മൾ PGP പോലെ തന്നെയാണ് എസ് ബാർ മൈമും. എസ് ബാർ മൈമിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ് അൽഗോരിതംസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഹാഷ് ഫംഗ്ഷൻ ആണ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഹാഷ് ഫംഗ്ഷൻ ആണെങ്കിൽ SHA-1 MD5 യൂസ് ചെയ്യും. ഹാഷ് ഫംഗ്ഷൻ്റെ അകത്ത് ഒന്നുകിൽ SHA-1 സെക്യൂർ ഹാഷ് അൽഗോരിതം 1 അല്ലെങ്കിൽ മെത്തേഡ് ഡൈജസ്റ്റ് 5 ആണ് യൂസ് ചെയ്യുക. സിഗ്നേച്ചറിന് വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ടി DSSO RSAയോ യൂസ് ചെയ്യാം. ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് ആൻഡ് RSA ഇതിലേത് വേണേലും യൂസ് ചെയ്യാം. സെക്ഷൻ കീ എൻക്രിപ്ഷന് വേണ്ടി RSAയോ എലിഗ്മാലോ യൂസ് ചെയ്യാം. മെസ്സേജ് എൻക്രിപ്ഷന് വേണ്ടി AES DDES RC2/40 അല്ല വേറെ ഏത് വേണേലും യൂസ് ചെയ്യാം മെസ്സേജ് എൻക്രിപ്ഷൻ. ഇത് ഈ അൽഗോരിതം ചൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഏതാണോ ആ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഹാഷ് ഫംഗ്ഷൻ്റെ അകത്ത് ഇത് ഏത് അപ്ലൈ ചെയ്യണം, ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ അകത്ത് ഏത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് തീരുമാനിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് അൽഗോരിതമാണ് എസ് ബാർ മൈമിൻ്റെ അകത്ത് മെസ്സേജ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. മൈമിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ഹെഡർ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ്, പക്ഷെ ഇച്ചിരി ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ എസ് ബാർ മൈമിൻ്റെ അകത്ത് എങ്ങനെയാണ് മെസ്സേജിനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ എസ് ബാർ മൈം എന്ന് പറയുന്നത് അകത്ത് സെക്യൂർ എ മൈം എൻറ്റിറ്റി വിത്ത് എ സിഗ്നേച്ചർ എൻക്രിപ്ഷൻ ഓർ ബോത്ത്. ഓക്കെ, ഈ മൈമിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? സിഗ്നേച്ചറും എൻക്രിപ്ഷനും അപ്ലൈ ചെയ്യാം. സിഗ്നേച്ചർ അപ്ലൈ ചെയ്യുന്നത് ഒത്തൻറ്റിക്കേഷന് വേണ്ടിയാണ്. എൻക്രിപ്ഷൻ നമ്മൾ ചെയ്യുന്നത് ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇത് കുറച്ചുകൂടെ സെക്യൂർ ആകും. ഈ മൈമിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? സെക്യൂരിറ്റിക്ക് വേണ്ടി സിഗ്നേച്ചറും എൻക്രിപ്ഷനും ചെയ്യുക. അപ്പോൾ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒത്തൻറ്റിക്കേഷൻ അവിടെ ആയി, എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവിടെ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനിയും എസ് ബാർ മൈമിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? മെസ്സേജിനെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, അപ്പം മൈമിൻ്റെ എൻറ്റിറ്റിയുടെ കൂടെ കുറച്ച് സെക്യൂരിറ്റി റിലേറ്റഡ് ഡേറ്റ ആഡ് ചെയ്യുക. അൽഗോരിതം ഏതൊക്കെയാണ് നമ്മൾ അൽഗോരിതംസ്, പല അൽഗോരിതംസ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ആ അൽഗോരിതംസിനെ ഐഡൻറ്റിഫൈ അത് പറയും. സർട്ടിഫിക്കറ്റ്സ്, അതായത് ഇതിനകത്ത് മൈമിൻ്റെ അകത്ത് സർട്ടിഫിക്കറ്റ് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എസ് ബാർ മൈമിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഡേറ്റയെ നമ്മൾ പറയുന്നത് PKCS ഒബ്ജക്റ്റ് എന്നാണ്. മൈമിൻ്റെ എൻറ്റിറ്റി കാണും, കൂടാതെ സെക്യൂരിറ്റി റിലേറ്റഡ് ഡേറ്റ, അതിനകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതം, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ഇതിനെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ PKCS ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ മൈമിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഈ PKCS ഒബ്ജക്റ്റും കൂടെ റാപ്പ് ചെയ്തിട്ടാണ് മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ മെസ്സേജിനെ നമ്മൾ സെൻഡ് ചെയ്യണം. അതായത് PKCS-ഉമായിട്ട് റാപ്പ് ചെയ്തിട്ടാണ് മൈം കണ്ടന്റിൻ്റെ കൂടെ PKCS ഒബ്ജക്റ്റും കൂടെ റാപ്പ് ചെയ്തിട്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സെൻഡ് ചെയ്യുന്നത് കൺവെൻഷണൽ ഫോമിലാണ് ഇത് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെസ്സേജ് ടു ബി സെൻഡ് ഈസ് കൺവേർട്ടഡ് ടു കൺവെൻഷണൽ ഫോം. മെസ്സേജിനെ എന്ത് ചെയ്യും, നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിനെ ഓരോന്നിനെയും നമ്മൾ കൺവെൻഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതായത് ഈ മൈമിൻ്റെ അകത്ത് നമ്മൾ അയക്കുന്ന മെസ്സേജും ഈ കുറച്ച് സെക്യൂരിറ്റി റിലേറ്റഡ് ഡേറ്റാസ്, അൽഗോരിതംസ്, സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം കൂടെ റാപ്പ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് ആ സെക്യൂരിറ്റി റിലേറ്റഡ് ഡേറ്റ, അൽഗോരിതം, സർട്ടിഫിക്കറ്റ് ഇതിനെ എല്ലാം കൂടെയാണ് PKCS ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ സെൻഡ് ചെയ്യുമ്പം മൈം മെസ്സേജിൻ്റെ കൂടെ എന്ത് ചെയ്യും, PKCS ഇതിൻ്റെ അകത്ത് മെസ്സേജ് എങ്ങനെയാണ് എടുക്കുന്നുള്ള പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. എൻവലപ്പ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എൻവലപ്പ് ഡേറ്റ മൈമിൻ്റെ അകത്ത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത് പറയാം. അപ്പം ഒരു സ്യൂഡോ റാൻഡം സെക്ഷൻ കീ, അതായത് ഒരു സെക്ഷൻ കീ ജനറേറ്റ് ചെയ്യുക. ഏതേലും ഒരു സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു സെക്ഷൻ കീയെ നമ്മൾ എടുക്കുക, ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഈ സിമെട്രിക് എൻക്രിപ്ഷന് വേണ്ടി ഒരു സിമെട്രിക് എൻക്രിപ്ഷൻ അവിടെ നടത്തണം. അപ്പോൾ ആ സിമെട്രിക് എൻക്രിപ്ഷന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മളൊരു സെക്ഷൻ കീയെ നമ്മൾ ജനറേറ്റ് ചെയ്യുക. പിന്നെ ഫോർ ഈച്ച് റെസിപ്പിയൻറ്റ് എൻക്രിപ്റ്റ് ദ സെഷൻ കീ വിത്ത് റെസിപ്പിയൻറ്റ് പബ്ലിക് RSA കീ. അപ്പോൾ ഈ സെക്ഷൻ കീ എന്ത് ചെയ്യണം, നമുക്ക് അയച്ചു കൊടുക്കണം, റിസീവർക്ക് അയച്ചു കൊടുക്കണം. എങ്കിലല്ലേ അത് സെക്യൂറായിട്ട് അത് എത്തുകയും വേണം. സെഷൻ കീ വേറെ ആരും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. ഏതിനെയാണ്, ഈ സെക്ഷൻ കീ. ആരും എടുക്കാതിരിക്കാൻ, റിസീവർക്ക് അത് കിട്ടുകയും ചെയ്യണം, വേറെ ആർക്കും അത് കിട്ടാനും പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ജനറേറ്റ് ചെയ്യുന്ന സെക്ഷൻ കീയെ റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. അതിന് RSA ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ ഈച്ച് റെസിപ്പിയൻറ്റ് പ്രിപ്പയർ എ ബ്ലോക്ക് നോൺ ആസ് റെസിപ്പിയൻറ്റ് ഇൻഫോ ദാറ്റ് കണ്ടെയ്ൻസ് ഐഡൻറ്റിഫയർ ഓഫ് ദ റെസിപ്പിയൻറ്റ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്. അതായത് ഓരോ റെസിപ്പിയൻറ്റിനും വേണ്ടി നമ്മൾ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് റെസിപ്പിയൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഇൻഫോ എന്ന് പറയും. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഐഡൻറ്റിഫയർ ഓഫ് റെസിപ്പിയൻറ്റ് പബ്ലിക് കീ, റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് കാണും. ഓക്കെ, റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് കാണും. ആൻഡ് ഐഡൻറ്റിഫയർ ഓഫ് ദ അൽഗോരിതം യൂസ്ഡ് ടു എൻക്രിപ്റ്റ് ദ സെക്ഷൻ കീ. സെക്ഷൻ കീ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ അൽഗോരിതം, ഒരു സിമെട്രിക് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ സെക്ഷൻ കീയെ അത് എൻക്രിപ്റ്റ് ചെയ്യുന്നത്, സെക്ഷൻ കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഏതാണോ അൽഗോരിതം യൂസ് ചെയ്തത് ഈ സെക്ഷൻ കീക്കകത്ത് അത് കാണും. പിന്നെ എൻക്രിപ്റ്റഡ് സെക്ഷൻ കീ കാണും. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ റെസിപ്പിയൻറ്റ് അയച്ചു കൊടുക്കും. അതിന് റെസിപ്പിയൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയും. അതിനകത്ത് എന്തൊക്കെ കാണും, റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് കാണും. കൂടാതെ ഈ സെക്ഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്തത് ആ അൽഗോരിതത്തിൻ്റെ ഡീറ്റെയിൽസ് കാണും. പിന്നെ സെക്ഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്ത് കാണും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എൻക്രിപ്റ്റ് ദ മെസ്സേജ് കണ്ടന്റ് വിത്ത് സെക്ഷൻ കീ. മെസ്സേജിൻ്റെ കണ്ടന്റിനെ എന്ത് ചെയ്യുക, ഈ സെക്ഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് ചെയ്യുന്നത്. എൻവലപ്പ് ഡേറ്റയ്ക്കകത്ത് എന്ത് ചെയ്യുക, സെക്ഷൻ കീ ജനറേറ്റ് ചെയ്യുക. ഒരു അസിമെട്രിക് അൽഗോരിതത്തിന് വേണ്ടി ഒരു സെക്ഷൻ കീയെ നമ്മൾ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്തത്. ഒരു അസിമെട്രിക് അൽഗോരിതത്തിന് വേണ്ടി ഒരു സെക്ഷൻ കീയെ നമ്മൾ എടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു
RSA അൽഗോരിതം യൂസ് RSA ഓക്കെ ഈ റെസിപ്പിയൻറ്റിൻ്റെ ഈ സിമെട്രിക്ക് എന്ത് ചെയ്യണം, ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്യണം, ഒരു ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ അയക്കണം. അതിനെ പറയുന്നതാണ് റെസിപ്പിയൻറ്റ് ഇൻഫോ എന്ന് പറയും. റെസിപ്പിയൻറ്റ് ഇൻഫോ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഇൻഫർമേഷൻ്റെ അകത്ത് എന്തൊക്കെ കാണും? റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് കാണും. ഓക്കെ, റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്, പിന്നെ അൽഗോരിതം, ഏത് അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് കാണും. ഓക്കെ, പിന്നെ എൻക്രിപ്റ്റഡ് ഫോമിലെ സെക്ഷൻ കീ കാണും. നമുക്ക് നെക്സ്റ്റ് സൈൻ ഡേറ്റയാണ്. സൈൻ ഡേറ്റയ്ക്കകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ സെലക്ട് എ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം. നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജിനെ എന്ത് ചെയ്യണം, അത് ഹാഷ് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു ഡൈജസ്റ്റ് അൽഗോരിതം നമുക്ക് വേണം. അപ്പം അത് ഒന്നുകിൽ SHA-1 അല്ലെങ്കിൽ MD-1 ചൂസ് ചെയ്യാം. ഇനി കമ്പ്യൂട്ട് ദ മെസ്സേജ് ഡൈജസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ടു ബി സൈൻഡ്. ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെസ്സേജ് ഡൈജസ്റ്റിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് പറയുക കമ്പ്യൂട്ട് ദ മെസ്സേജ് ഡൈജസ്റ്റ്. മെസ്സേജ് ഡൈജസ്റ്റ് കണ്ടുപിടിക്കുക, കമ്പ്യൂട്ട് ചെയ്യുക ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് കണ്ടന്റ് ഏതാണോ അതാണ് സൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യുക. ഈ കിട്ടിയ മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക. എന്താണ് ചെയ്തിരിക്കുന്നത്? സൈനേഴ്സ് പ്രൈവറ്റ് കീ, സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ജനറേറ്റ് ചെയ്ത ഹാഷ് കോഡിനെ എന്ത് ചെയ്യണം, സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ എ ബ്ലോക്ക് നോൺ എസ് സൈനർ ഇൻഫർമേഷൻ. നമുക്ക് ഒരു ബ്ലോക്കാണ് കിട്ടുന്നത്, അതിനെ പറയുന്നതാണ് സൈനർ ഇൻഫർമേഷൻ. അതിനകത്ത് എന്തൊക്കെ കാണും? കണ്ടെയ്ൻ ദ സൈനേഴ്സ് പബ്ലിക് കീ, അതായത് സെൻഡറിൻ്റെ പബ്ലിക് കീ കാണും. ആൻഡ് ഐഡൻറ്റിഫയർ ഓഫ് ദ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം. ഏത് മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതമാണോ ഉള്ളത് യൂസ് ചെയ്താൽ അത് കാണും. SHA-ആണോ MD-5 ആണോ അത് കാണും. ആൻഡ് ഐഡൻറ്റിഫയർ ഓഫ് ദ അൽഗോരിതം യൂസ്ഡ് ടു എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ്. ഈ മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഏത് അൽഗോരിതം, ഒരു അൽഗോരിതം വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ആ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്തതെന്നുള്ളത് കാണും. ഓക്കെ, പിന്നെ എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റും കാണും. ഇത്രയും ഇൻഫോർമേഷൻസ് ആയിരിക്കും സൈനർ ഇൻഫോയ്ക്കകത്ത് കാണുന്നത്. ഓക്കെ, സൈൻ ഡേറ്റയ്ക്കകത്ത് എന്താണ്, ആദ്യം മെസ്സേജ് ഏതാണ് അൽഗോരിതം യൂസ് ചെയ്യുന്നുള്ളത് എടുക്കുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്തു. ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട് ഹാഷ് കോഡ് കണ്ടുപിടിച്ചു, അതിനെ എൻക്രിപ്റ്റ് ചെയ്യുക. ആ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്ലോക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്ലോക്കിൻ്റെ അത് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് കാണും, സെൻഡറിൻ്റെ പബ്ലിക് കീ കാണും, ഏത് മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതമാണ് യൂസ് ചെയ്തത് അത് കാണും. പിന്നെ ഇവിടെ ഈ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഏതാണ് അൽഗോരിതം അത് കാണും. പിന്നെ എൻക്രിപ്റ്റഡ് ഫോം ഓഫ് മെസ്സേജ് ഡൈജസ്റ്റ്. നെക്സ്റ്റ് ഇസ് ക്ലിയർ സൈനിങ്. ഓക്കെ, SBAR-MIME എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ഡേറ്റ സിഗ്നേച്ചർ ടൈപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയറും ഒപ്പേക്കിനെയും SBAR-MIME സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ സൈൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ സൈൻഡ് ഡേറ്റയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്ലിയർ സൈൻഡ് മെസ്സേജ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ സൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യുക, ഡിജിറ്റൽ സിഗ്നേച്ചറിനെ സൈൻഡ് ഡേറ്റയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇനിയും നെക്സ്റ്റ് ഒപ്പേക്ക് സൈൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലെങ്കിൽ സിഗ്നേച്ചർ ബ്ലൈൻഡ് ആയിരിക്കും. മെസ്സേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബൈനറി ഫയലായിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ SBAR-MIME സർട്ടിഫിക്കറ്റ് പ്രോസസ്സിംഗ്. ഈ മെസ്സേജ് നമ്മൾ SBAR-MIME ഇപ്പൊ സെൻഡറിന്റെ അവിടെയും സപ്പോർട്ട് ചെയ്യണം, ക്ലയന്റിന്റെ അവിടെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ റിസീവറിന്റെ അവിടെ എന്ത് ചെയ്യണം, SBAR-MIME എനേബിൾഡ് ആയിരിക്കണം. ഓക്കെ, 5.9. ഓക്കെ, SBAR-MIME സർട്ടിഫിക്കറ്റ് ആണ് എനേബിൾ ചെയ്യുന്നത്. കൺഫേം ചെയ്യാൻ ക്ലയന്റ് ക്യാൻ റീഡ് ബോത്ത്
509 ക്ലിയർ ആൻഡ് ഒപ്പേക്ക് സൈൻ മെസ്സേജ്. ഓക്കെ, എസ് ബാർ കീ മൈമിന്റെ മാനേജ്മെന്റ് സ്കീം എന്ന് പറയുന്നത് ഈ എസ് ബാർ മെയിൽ ക്ലയന്റിന് ക്ലിയർ ആയിട്ടുള്ള ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ക്ലിയറും ഒപ്പേക്കുമായിട്ടുള്ള സൈൻ മെസ്സേജിനെ പബ്ലിക് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെടുക്കാൻ പറ്റും. വെച്ചിട്ട് യൂസ് പക്ഷേങ്കിൽ റിസീവർ സൈഡില് എസ് ബാർ മൈം എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ സർട്ടിഫിക്കേഷനും നമ്മൾ ഇതിന്റെ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം മൾട്ടിപ്പിൾ അപ്പം ഇവിടെ ക്ലിയർ സൈൻ ഡേറ്റ എന്താ ചെയ്യുന്നത്, ഡീറ്റെയിൽ സിഗ്നേച്ചറിൽ നിന്ന് സൈൻഡ് ഡേറ്റയെ അത് സെപ്പറേറ്റ് ചെയ്യുന്നു. PGP യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ എസ് ബാർ മൈമിന്റെ കേപ്പബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ കേപ്പബിലിറ്റി വേണമെങ്കിൽ മാനേജേഴ്സ് എന്തുവാണ് നമുക്ക് ഈ മെസ്സേജിനെ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് യൂസേഴ്സ് മസ്റ്റ് കോൺഫിഗർ ഈച്ച് ക്ലയന്റ് വിത്ത് എ ലിസ്റ്റ് ഓഫ് ട്രസ്റ്റഡ് കീസ്, okay, and with certificate revocation list. എസ് ബാർ മൈമിൻ്റെ മാനേജേഴ്സും യൂസേഴ്സും, അതായത് അത് യൂസ് ചെയ്യുന്നവരെ അവർ കോൺഫിഗർ ചെയ്യണം ഓരോ ക്ലയൻറ്റിൻ്റെയും ഒരു ലിസ്റ്റ് ഓഫ് ട്രസ്റ്റഡ് കീസ്. ഓരോ ക്ലയൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ട്രസ്റ്റഡ് കീ കാണും. ആ കീയെ കോൺഫിഗർ ചെയ്യണം. ഓക്കെ, അതായത് ഒരു സർട്ടിഫിക്കറ്റ് റിവോക്കേഷൻ ലിസ്റ്റ് ഉണ്ട്. ഈ ട്രസ്റ്റഡ് കീയുടെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് റിവോക്കേഷൻ ലിസ്റ്റ് ഉണ്ട്. ഇതിനെ കോൺഫിഗർ ചെയ്തിരിക്കണം. അപ്പം ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മ്യൂച്വൽ ഒതൻറ്റിക്കേഷൻ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പാർട്ടീസും മ്യൂച്വലി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മെസ്സേജ് നമ്മൾ പാസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് നേരത്തെ ചെയ്തത്? ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കീ മാനേജ്മെൻ്റ് ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരിക. ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി ഉണ്ട്. അവകളായിരിക്കും ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ള് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ട്രസ്റ്റഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോക്കലായിട്ട് അയാളായിരിക്കും ആ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇൻകമിങ് ഇപ്പം ഒരു സിഗ്നേച്ചർ വരുവാണ്, അപ്പം അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം എൻക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴത്തേന് എന്തായിരിക്കും, എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ എസ് ബാർ മൈൻ സർട്ടിഫിക്കേഷനകത്ത് പറയുന്നത്. എസ് ബാർ മൈൻ സർട്ടിഫിക്കേഷനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് വരും, അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനായിട്ടൊരു ട്രസ്റ്റഡ് പാർട്ടി കാണും. അപ്പം അവിടെ ചെന്നിട്ടാണ് ഈ വരുന്നതിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും മെസ്സേജ് ഔട്ട് ഗോയിങ് മെസ്സേജ് വിടുന്നത് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. അപ്പം നമ്മളിതിനകത്ത് പഠിച്ചത് എസ് ബാർ മൈമിനെ കുറിച്ചാണ്. ഓക്കെ, ഇമെയിൽ സെക്യൂരിറ്റിക്കകത്ത് രണ്ടാമത്തെ സെക്യൂരിറ്റിയാണ് എസ് ബാർ മൈം. അതിനെക്കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ subscribe and bell icon press here. Thank you for watching this video. Thank you.